ഷാർജയിൽ ചികിത്സയിലിരിക്കെ മരിച്ച കാഞ്ഞങ്ങാട്ടെ വേണുഗോപാലിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ സഹായിച്ച പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഇടപെടലിൽ നന്ദി അറിയിച്ച കുടുംബം. ഹൃദയാഘാതം സംഭവിച്ച് ഒരു മാസത്തിലധികമായി ബുർജി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വേണുഗോപാലൻ കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. ചികിത്സാ ചെലവ് 80 ലക്ഷമായത് കുടുംബത്തെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഷാർജയിലെ ചികിത്സയ്ക്കിടെ മരിച്ച കാഞ്ഞങ്ങാട് അത്തിക്കോത്തെ വേണുഗോപാലന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ സാധിച്ചതിന്റെ ആശ്വാസത്തിലാണ് ബന്ധുക്കൾ. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നേരിട്ട് ഗൾഫിലെ പ്രവാസി സംഘടനാ നേതൃത്വത്തോടും ആശുപത്രി അധികൃതരോടും ഇടപെട്ടതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം രാവിലെ മൃതദേഹം നാട്ടിലെത്തിയത്. സാദിഖ് അലി തങ്ങളുടെ ഇടപെടൽ കൊണ്ട് ഗൾഫിലെ ആശുപത്രി ബില്ല് 2.17 ലക്ഷം ദിർഹത്തിൽ നിന്ന് 40,000 ദിർഹമായി കുറയ്ക്കാൻ സാധിച്ചതായി ബന്ധുവും കാഞ്ഞങ്ങാട് നഗരസഭാ കൗൺസിലറുമായ സീമ പറഞ്ഞു. 18-ാം തീയതി ഇവർ മരിച്ചുപോയി. 18-ാം തീയതി മരിക്കുകയും അപ്പോൾ ആ സമയത്ത് നമ്മൾ തങ്ങളെ കാണാമെന്നുള്ളത് ഒരു ആശയം വന്നപ്പം ഇവരെ തങ്ങളെ മോനെ തങ്ങളെ കാണാൻ നേരിട്ട് പോവുകയും തങ്ങളെ അന്ന് ലേറ്റ് നൈറ്റ് കാണാൻ പറ്റിയിട്ടില്ല, പക്ഷെ പുലർച്ചെ കണ്ട് കാര്യം അവതരിപ്പിച്ചപ്പം പിന്നെ തങ്ങൾ വളരെ അത് സീരിയസ് ആയിട്ട് എടുത്തു. അങ്ങനെ തങ്ങൾ ഡയറക്റ്റ് വിളിച്ചു എന്നോട് പറഞ്ഞു നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ പ്രവാസി കൂട്ടായ്മ അവിടെ ഒരു 40,000 ദിർഹം അവർ പിരിച്ചെടുത്തായിരുന്നു. പിരിച്ചിട്ട് ഉണ്ടാക്കി വെച്ചത് ആ പൈസ അത് മാത്രം നിങ്ങൾ അടച്ചാൽ മതി. ബാക്കി നമ്മൾ KMCC അവരും ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഹൃദയാഘാതം സംഭവിച്ച് ഒരു മാസത്തിലധികമായി ഷാർജയിലെ ബുർജി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വേണുഗോപാലൻ കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. ചികിത്സയ്ക്കായി ഏകദേശം 80 ലക്ഷത്തിലധികം ബില്ലായി. തുടർന്ന് കുടുംബത്തിന്റെ ദയനീയാവസ്ഥ പരിഗണിച്ച് ആശുപത്രി അധികൃതർ തുക 2.17 ലക്ഷം ദിർഹമായി കുറച്ചെങ്കിലും അതുപോലും അടയ്ക്കാൻ കഴിയാതെ ബന്ധുക്കൾ പ്രതിസന്ധിയിലായി. ഇതിനെ തുടർന്നാണ് KMCC നേതാക്കളായ നിസാർ തളങ്കര, ബഷീർ വെള്ളിക്കോത്ത്, ബദറുദ്ദീൻ, നഗരസഭാ കൗൺസിലർ റമീസ്, അബ്ദുല്ല ഹിദായത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വിഷയം സാദിഖ് അലി തങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കണ്ടത്. ന്യൂസ് മലയാളം, കാസർഗോഡ്.